ഹലോ ഫ്രണ്ട്സ്, പിള്ളേരെ കൊണ്ടുള്ള ഷോപ്പിംഗ് ഒരു വലിയ ടാസ്ക് ആണല്ലേ. എന്നാൽ പിന്നെ ഇന്നത്തെ ഷോപ്പിംഗ് മിയൂസിന് തന്നെ ഏൽപ്പിക്കാന്ന് വെച്ചു. പിള്ളേർക്ക് നോർമലി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഷോപ്പ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, എല്ലാം എളുപ്പം വാരിയെടുക്കാലോ. വെറുതെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് ഉന്തുവണ്ടി വേഗം നിറയ്ക്കും. ഇതോർത്താണ് പിന്നെ ഈ പരിപാടിക്ക് മുതിർന്നത്. അമ്മ സാധനങ്ങൾ പറയാം, മേയുക്കുട്ടി സംഭവം കണ്ടുപിടിച്ച് എടുത്തു വെക്കണം എന്ന് പറഞ്ഞപ്പോൾ കഷിക്ക് ആ കളി അങ്ങ് ബോധിച്ചു. പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു സഞ്ചിയും ലിസ്റ്റുമായിട്ട് കടയിൽ പോയി ഓരോന്നും വിളിച്ചു പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നിടത്ത് നിന്ന് ഇന്നത്തെ തലമുറ ജനിച്ചു വീഴുന്നത് തന്നെ ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റുകളിലേക്കാണ്. ഇവിടെ വരുമ്പോൾ പിന്നെ ലിസ്റ്റും വേണ്ട, സഞ്ചിയും നിർബന്ധമില്ല. 2 ഐറ്റം വാങ്ങാൻ വന്നവനാണെങ്കിൽ 10 ഐറ്റവും വാങ്ങിക്കൊണ്ട് പോകുന്ന കാഴ്ചയും കാണാം. മുതലെടുക്കുകയാണല്ലേ സജി. ഇടയ്ക്ക് ലിസ്റ്റിൽ പറയാത്ത ചില സാധനങ്ങളും കഷി നൈസായിട്ട് അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഇതൊരു ബാലവേലയാണല്ലോ, അതിന് എന്തെങ്കിലും കൂലി വേണ്ടേന്ന് ഓർത്തു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം അവസരങ്ങൾ കുട്ടികളുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്നും ഓരോന്നിൻ്റെയും പേരുകളും മറ്റും പതിയെ അവരുടെ മനസ്സിലേക്ക് അങ്ങ് കയറിക്കോളും. നോട്ട് ഓൺലി ഗേൾസ് ബട്ട് ഓൾസോ ബോയ്സ്. ഇതിൽ ജെൻഡർ വിവേചനത്തിൻ്റെ ഒരാവശ്യവുമില്ല. വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട മോളെ. എനിക്ക് യൂട്യൂബിൻ്റെ നോട്ട്സ് എഴുതാൻ 2 ബുക്ക് എടുക്കാൻ പറഞ്ഞു. കൂടെ ഒരെണ്ണം അവൾക്കും എടുത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. സോ അങ്ങനെ 3 ബുക്ക് എടുത്തു ടോട്ടലി. നെക്സ്റ്റ് ഐറ്റം മിലന് വേണ്ടിയുള്ള റാഗിയായിരുന്നു. മിലന് വേണ്ടി ഉണ്ടാക്കുന്ന കുറുക്കാണെങ്കിലും അതിൻ്റെ ഭൂരിഭാഗം കഴിക്കുന്നത് അവളായതുകൊണ്ട് അവൾക്ക് അതെടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കഷിക്ക് പൊതുവെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊന്നും തീരെ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ക്ഷമയോടെയുള്ള ആ നിപ്പ് കണ്ടോ, തന്നെത്താൻ ഷോപ്പ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റാണത്. റിലയൻസ് സ്മാർട്ടിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവൾക്കുള്ള ചെരുപ്പ് വാങ്ങാനാണേ. സ്കൂളിലേക്കുള്ളൊരു ബ്ലാക്ക് ചെപ്പലും ബ്ലാക്ക് ഷൂവും ഒരു നോർമൽ യൂസ് ചെരുപ്പും വേണമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ചെരുപ്പെല്ലാം വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെയുണ്ട്. പക്ഷേ കാലിൽ കയറില്ല എന്ന് മാത്രം. പിള്ളേരുടെ കാലൊക്കെ പെട്ടെന്ന് നീളം വയ്ക്കും. ഇത് ഞങ്ങൾ കൂത്താട്ടുളങ്ങാരുടെ സ്വന്തം പഠിക്കൽ ലൈഫ് സ്റ്റൈലാണ് കേട്ടോ. ഇവിടെ ചെരുപ്പുകളുടെയൊക്കെ ഒത്തിരി കളക്ഷനുണ്ട്. ഒടുവിൽ കുറേ നേരം തപ്പി കഷിക്ക് വേണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തു.
പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം അനുവദിക്കുന്ന ഒരു മോഡേൺ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇനി ഈ വീഡിയോ എങ്ങാനും കണ്ട് മിലങ്കുട്ടൻ ഭാവിയിൽ ചോദിച്ചാലോ, അപ്പം നിങ്ങൾ എനിക്ക് മാത്രം ഒന്നും മേടിച്ചില്ലാലേ എന്ന്, ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിലങ്കുട്ടന് കുറച്ച് സോക്സ് മേടിച്ചു കേട്ടോ. ഈ ഗ്യാപ്പിൽ ഒരുത്തി പോയി തപ്പി പിടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. പക്ഷെ അങ്ങനത്തെ വാശികളൊന്നും നോർമലി നടത്തി കൊടുക്കാറില്ല. കുറേ നേരം കിടന്ന് വാശി പിടിച്ചു, അവസാനം കക്ഷി തന്നെ അത് അവിടെ കൊണ്ടുപോയി വെച്ചു. മിലങ്കുട്ടിന് കളിക്കാൻ വേണ്ടി ഒരു ഡസ്റ്റ് പാൻ കൂടി മേടിച്ചു കേട്ടോ. അവൻ അടുക്കളയിലിരിക്കുന്ന ഡസ്റ്റ് പാൻ ഒരിക്കലും വെറുതെ വിടാറില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബായ്.